പടച്ചോൻ വിധിച്ച ഇന്ത്യങ്ങളെ എടുത്തിട്ടും അള്ളാഹു തടഞ്ഞാൽ ഒന്നും ഇന്ത്യങ്ങൾ എടുത്തുനിന്ന് ഒരാൾക്കും തടഞ്ഞു വെക്കാനും പറ്റൂല, കൊണ്ടത്തരാനും പറ്റൂല. അതുകൊണ്ട് തന്നെ ഞാൻ ഏത് കുടുംബത്തിലാവണം എന്ന് തീരുമാനിച്ചത് പടച്ചോനാണെങ്കിൽ അള്ളാഹു നമ്മളെ ഏൽപ്പിച്ച എല്ലാ ബന്ധങ്ങളെ കുറിച്ചും അള്ളാഹു ചോദിക്കും. ഈ എന്റെ പെണ്ണുങ്ങളോട് എത്ര നല്ല പിയാപ്ലായിരുന്നു എന്ന് മാത്രമല്ല അള്ളാഹ് ചോദിക്കുക, ഈ എന്റെ മക്കളോട് എത്ര നല്ല വാപ്പയായിരുന്നു എന്ന് അള്ളാഹ് ചോദിക്കുക, ഈ എന്റെ പിയാപ്ലനോട് എത്ര നല്ല പെണ്ണായിരുന്നു എന്നല്ല റബ്ബ് ചോദിക്കുക. അതോടൊപ്പം അള്ളാഹു ചോദിക്കും, ഈ നല്ലൊരു കാക്കയായിരുന്നോ, ഈ നല്ലൊരു കാരണവരായിരുന്നോ, ഈ നല്ലൊരു മരുവാനായിരുന്നോ, ഈ നല്ലൊരു അയൽവാസിയായിരുന്നോ? ഇതൊക്കെ പടച്ചോൻ ചോദിക്കും. ഇന്ന് ആൾക്കാർ ചിന്തിക്കെന്താണെന്നറിയാവുക, സ്വന്തം കുടുംബത്തിലൊക്കെ ഭയങ്കര സ്നേഹമായിരിക്കും, വേലിന്റെ അപ്പുറത്തുള്ളതിനായിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല. സമൂഹത്തിലൊക്കെ നല്ല വിലയും സ്ഥാനമൊക്കെ കിട്ടും, പക്ഷെ കുടുംബക്കാരായിട്ട് മഹാപ്പണക്കായിരിക്കും. മരിച്ചു പോകുന്നത് പോലും പൊരുത്തം കിട്ടാതെ, പൊരുത്തം വാങ്ങാതെ, പലരും മയ്യത്ത് നിസ്കരിക്കാൻ വരാതെ, നാട്ടിൽ അതിന് വരാൻ ആഗ്രഹമില്ലാത്തവരുണ്ടായിക്കൊണ്ടിരിക്കുകയായിരിക്കും അള്ളാന്റെ അടുത്തേക്ക് പോകുന്നത്. ഞാൻ ഈ കഴിഞ്ഞ മാസം ഒരു മയ്യത്ത് എത്ര മണിക്ക് നിർത്താം? അൽഹംദുലില്ലാ. പ്രിയപ്പെട്ടവരെ, ഞാൻ സൂചിപ്പിച്ചു വന്നത് ഒരു കാര്യം ഹറാമാണെന്ന് അള്ളാഹു ബോധ്യപ്പെടുത്തിയാണ്. എൻ്റെ ജീവിതത്തിൽ എന്നെ റബ്ബ് തിരിച്ചു വിളിക്കുന്നത് വരെ ആ ഹറാമുമായിട്ട് എനിക്കൊരു ബന്ധവും ഉണ്ടാവുകയില്ല എന്ന ഒരു മനസ്സോടുകൂടി ജീവിക്കുന്നവരാണ് യഥാർത്ഥത്തിൽ നല്ല ഇബാദത്ത് ചെയ്യുന്ന, റബ്ബിന് ഇഷ്ടപ്പെട്ട ഇബാദത്ത് ചെയ്യുന്നവർ. ഇന്ന് ആ വിഷയത്തിൽപ്പെടും കുടുംബബന്ധം മുറിക്കുക എന്നുള്ളത്. എത്രയോ ബന്ധങ്ങൾ ഇപ്പോഴും അലോക്യത്തിലാണ്. ദുനിയാവിൻ്റെ വിഷയത്തിൽ, ആദർശത്തിന്റെ വിഷയത്തിൽ പോലും പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ ആദർശം അവരുടേത് അംഗീകരിച്ചിട്ടില്ല എന്നുള്ളതല്ലാതെ മാനുഷികമായി ബന്ധം നല്ല നിലക്ക് കൊണ്ടു നടന്നിട്ടുണ്ട് എന്ന് കരുതി അവരുടെ ആദർശം ഒരിക്കലും അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ സ്വീകരിച്ചിട്ടുമില്ല. നിങ്ങൾക്കറിയാലോ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പ്രിയപ്പെട്ട എളാപ്പ അബൂ ത്വാലിബ് മരണം കൺമുൻപിൽ കാണുമ്പം അള്ളാന്റെ ഹബീബ് പറയുന്നുണ്ട്, കുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, എളാപ്പങ്ങളൊന്നും പറ ലാ ഇലാഹ ഇല്ലല്ലാഹ്. പക്ഷേ ലാ ഇലാഹ ഇല്ലല്ലാഹ് സ്വീകരിക്കാതെ അബൂ ത്വാലിബ് മരണപ്പെട്ടപ്പോ അള്ളാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ കണ്ണീരണിഞ്ഞിട്ടുണ്ട്. അതിനർത്ഥം മാനുഷിക ബന്ധങ്ങൾ കൊണ്ടു നടക്കണം, ആദർശം ഒരിക്കലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും. ഇന്ന് ആദർശം പോട്ടെ, ഒരു വാപ്പാന്റെ മക്കള്, ഒരു കുടുംബത്തിൽ പടച്ചോൻ കൂട്ടിപ്പിടിച്ച രക്തബന്ധങ്ങള്, ജ്യേഷ്ഠനും അനിയനും പെങ്ങളും ആങ്ങളെയും. ഞാൻ പറഞ്ഞല്ലോ, ഇങ്ങനെ ഒരു മയ്യത്തിസ്കാരം കഴിഞ്ഞ് മുൻപൊന്ന് കുറെ ആൾക്കാർ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ വേക്കുന്ന ഒരാൾ ഇങ്ങനെ പറയാ, എന്തൊക്കെ കാണിച്ചൂട്ടിയ മനുഷ്യനാ, അവസാനം പോണ പോക്കോക്ക്. പെങ്ങൾക്കെതിരെ കേസെടുത്ത്, അളിയനെ റോട്ടുമലിട്ട് തെറി പറഞ്ഞ്, കാരണവരെ തല്ലി, ഇപ്പൊ അവസാനം പോകുന്ന പോക്കുവെക്ക് 3 വെള്ളത്തുണിയല്ലേ കൊണ്ടുപോയിട്ടുള്ളൂ. മദീന മിമ്പറിൽ നിന്നും ഖുതുബ കഴിഞ്ഞ് താഴത്തേക്ക് ഇറങ്ങുന്ന റസൂലിന്റെ അരികിൽ വന്ന സ്വഹാബാക്കളിൽ ചിലർ ചോദിച്ചു, നബിയെ, ഞങ്ങളെ ഉമ്മാക്ക് നോമ്പ് കടണ്ട്, ഞങ്ങളോട് അത് പറയുകയും ചെയ്തിട്ടുണ്ട്. ആ നോമ്പ് കടള്ള ഉമ്മാക്ക് വേണ്ടി അതിന്റെ കുറ്റം കിട്ടാതിരിക്കാൻ ഖബറിൽ ഞങ്ങൾ എന്ത് ചെയ്യണം? അള്ളാന്റെ ഹബീബ് പുഞ്ചിരിയോടെ പറഞ്ഞു, നിങ്ങൾ ആ നോമ്പ് നോറ്റ് വീട്ടാനല്ല, ഫിദിയ കൊടുക്കണം. നിങ്ങളൊരു സാധുവിന് നോമ്പ് ഉറപ്പിച്ചാൽ മതി, അത് പരിഹരിക്കപ്പെടും. ഉടനെ മറ്റു സഹാബാക്കളിൽ ചിലർ ചോദിച്ചു, നബി, എന്റെ വാപ്പ നേർച്ച ചെയ്തു. നിങ്ങളുണ്ടല്ലോ നേർച്ച ചെയ്യാൻ, പക്ഷെ ആ നേർച്ച പൂർത്തിയാക്കാൻ പറ്റിയില്ല, അതിൻ്റെ ഇടക്ക് മരിച്ചുപോയി. നേർച്ച ചെയ്യുകയും അത് പൂർത്തീകരിക്കാതെ മരിച്ചുപോവുകയും ചെയ്താൽ അതിന് ഫിദിയ വേണം, നിർബന്ധ. ഞാൻ ആ സാന്ദർഭികമായിട്ട് പറയാം, ചിലപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ വാപ്പ പറയും, ഇൻഷാ അല്ലാ പള്ളിക്ക് അങ്ങോട്ടുള്ള വാർപ്പിനുള്ളത് ഞാൻ ചെയ്തോളട്ടോ, അത് എൻ്റെ ഒരു നേർച്ചയാണ്. ആയുസ്സുള്ള കാലത്ത് ചിലപ്പോൾ എന്തൊക്കെയോ പ്രശ്നം കൊണ്ട് അത് പോയി. ഇപ്പൊ നമ്മളെ നാട്ടിലൊക്കെ ഉണ്ടാവാറുണ്ട്, നേർച്ച ചെയ്ത കാക്ക മരിച്ചുപോയി, ഞങ്ങൾ പഞ്ചായത്ത് കൊടുത്തു, പഞ്ചായത്തിൽ അത് മറ്റുള്ള വേറൊരു എതിർവിഭാഗം പോയിട്ട് സ്റ്റേ ചെയ്യിച്ചു, അവസാനം പണി നടക്കാണ്ടായി 8 കൊല്ലം കഴിഞ്ഞിട്ടാണ് പിന്നെ പണി നടക്കുന്നത്. ഇത് നേർച്ച ചെയ്ത വാപ്പ അതിൻ്റെ ഇടക്ക് മരിച്ചുപോവുകയും ചെയ്തു. മക്കളോട് പറഞ്ഞു, വാപ്പാക്ക് അങ്ങനെ ഒരു വാക്കുണ്ടൻ, വാപ്പ അങ്ങനെ എന്തൊക്കെയോ അത്തും പിത്തും പറഞ്ഞിട്ടുണ്ടാവും എന്ന് പറയലല്ല.
ആ നേർച്ച പൂർത്തീകരിക്കാൻ പറ്റാത്തവരെന്ത് ചെയ്യണം? ഒന്നുകിൽ 10 സാധുക്കൾക്ക് ഭക്ഷണം കൊടുക്കണം, അല്ലെ 10 സാധുക്കൾക്ക് വസ്ത്രം കൊടുക്കണം, അല്ലെങ്കിൽ 3 ദിവസം നോമ്പ് വെൽക്കണം, അല്ലെങ്കിൽ ഒരടിമയെ മോചിപ്പിക്കണം. എന്നാ നേർച്ച പറഞ്ഞിട്ടും അത് പൂർത്തീകരിക്കാത്തവന് പടച്ചോൻ ഖബറിൽ ശിക്ഷ ഉണ്ടാക്കൂല. ഇത് കേട്ടപ്പോൾ ഒരു പറ്റം സഹാബത്ത് ചോദിച്ചു, നബിയെ, ഞങ്ങളെ കുടുംബത്തിൽ ചിലർ അലോഗ്യപ്പെട്ട് മരിച്ചു പോയതാ, മരിക്കുന്നത് വരെ നന്നായിട്ടില്ല, ഒന്ന് മുഖത്തേക്ക് നോക്കിയിട്ടില്ല, അവർ തമ്മിൽ സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല, മനസ്സിൽ പകയും വെറുപ്പും വെച്ച് കുണ്ടടന്ന് അങ്ങ് മരിച്ചു പോയതാ, അവർക്ക് ഖബറിൽ ഒരു കുറ്റം കിട്ടാണ്ടിരിക്കാൻ ഞങ്ങൾ എന്താ റസൂലെ അവർക്ക് ചെയ്തു കൊടുക്കേണ്ടി? അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞ എന്താണെന്നറിയോ? നിങ്ങൾ മരിച്ചവന്റെ മയ്യത്ത് പള്ളിയിലെത്തുമ്പോൾ പള്ളിയിൽ മയ്യത്തസ്കാരത്തിന് നിൽക്കുന്ന സമയത്ത് മൈക്ക് കിട്ടും. ആ മൈക്ക് കൂടെ കാടടക്കിയിട്ട് നിങ്ങൾ ഒരു പൊരുത്തം വാങ്ങണം. മരിച്ച വന്ധ്യനായ എൻ്റെ പിതാവിന് വേണ്ടി, അല്ലെങ്കിൽ മരിച്ച അബൂബക്കറിന് വേണ്ടി നിങ്ങൾ എല്ലാവരും പൊരുത്തപ്പെട്ടു കൊടുക്കണട്ടോ എന്ന് പറയണം എന്നല്ല. അങ്ങനെ ഒരു പറച്ചിൽ പോലും റസൂലുള്ളാന്റെ കാലഘട്ടത്തിൽ ഇല്ലട്ടോ, ഇല്ല. നിങ്ങൾ പരിശോധിച്ചോളി. കട ഉണ്ടോന്ന് ചോദിച്ച് റസൂൽ ഉണ്ട് എന്ന് പറഞ്ഞപ്പോൾ മാറിന്നോന്നല്ലാതെ ഈ മനുഷ്യൻ നിങ്ങൾ പൊരുത്തപ്പെട്ടു കൊടുക്കണം. ആയുസുള്ള കാലത്ത് പലരോടും മത്സരിച്ച് വെട്ടിപ്പിടിച്ച് നാട്ടിലൊക്കെ കുത്തിത്തിരിപ്പുണ്ടാക്കി പ്രശ്നം ഉണ്ടാക്കി കുടുംബത്തിൽ ഒരു സ്വൈര്യവും കൊടുക്കാണ്ട് ജീവിച്ചവനായതുകൊണ്ട് ഇനിയിപ്പം മരിച്ചുപോയ സ്ഥിതിക്ക് അവന്റെ കബറൊന്ന് നന്നാവാൻ വേണ്ടി നിങ്ങൾ അങ്ങ് പൊരുത്തപ്പെടിട്ടോ എന്ന് ചോദിച്ച ചരിത്രമല്ല. അത് ആയുസുള്ളപ്പോ പൊരുത്തപ്പെടണമെന്നാ. ആയുസുള്ളപ്പോ തെറ്റ് ബോധ്യപ്പെടാത്തവന് മരിച്ചിട്ട് വേണ്ടിയിട്ട് എന്ത് ചെയ്തു കൊടുത്തായിട്ടും കാര്യമല്ല. അതുകൊണ്ടാ ഇന്ന് മുസ്ലിം ഉമ്മത്തിനോട് ഉലമാക്കൾ പറഞ്ഞേ, ജീവിച്ചിരിക്കുന്ന കാലത്ത് ഒരു 10 ഉറുപ്പ്യന്റെ ഗുണം ചെയ്യാത്ത വാപ്പ മരിച്ചതിന് ശേഷം മക്കൾ വാപ്പാന്റെ പേരിൽ 100 ചാക്കരി എത്തിക്കാനെ കൊടുത്തിട്ടും കാര്യമല്ല. അത് കൊടുക്കുന്ന വാപ്പയാണ് ആദ്യം പറയും, മക്കളെ ഞാൻ ഇല്ലാണ്ടായാലും റമളാൻ മാസം നിങ്ങൾ കൊടുക്കണട്ടോ, അങ്ങനെ കൊടുത്താൽ വാപ്പാക്കും കബറിലേക്ക് അതിന്റെ കൂലിയിട്ടും. ഇന്ന് ആയുസുള്ളപ്പോ പോലും ഒരു ഉംറക്ക് ചിന്തിക്കാത്ത പൈസ ഉണ്ടാക്കണം എന്ന് വിചാരിച്ച് മത്സരിച്ചോടി നാട്ടിലെ സർവ്വ ബാങ്കിലും അട്ടിയാക്കി ഫിക്സഡ് ഡെപ്പോസിറ്റ് ഇട്ട് അതിന്റെ മേലെ കുളൂസിൽ ജീവിച്ചിരുന്ന വാപ്പ മരിച്ചു കഴിഞ്ഞിട്ട് പിന്നെ മക്കളുടെ ഒരു തീരുമാനം, ഉപ്പാക്കേണ്ടി നമുക്കൊരു അജ്ജ് ചെയ്ത് കൊടുത്താലോ, എന്നിട്ട് വലിയാരോട് ഒന്ന് വയ്ക്കുക, മരിച്ച വാപ്പാക്കേണ്ടി ഞങ്ങൾക്ക് അജ്ജ് ചെയ്യാൻ പറ്റുമെന്ന്. ആയുസുള്ളപ്പോ കൈമ പൈസ ഉണ്ടായിട്ടും അത് ചിന്തിച്ച് ചെയ്യാത്ത വാപ്പാക്ക് വേണ്ടി ചെയ്തു കൊടുക്കാനല്ല മരിച്ചോൽക്കുള്ള മയ്യത്തിനുള്ള ഹജ്ജ്. അത് കഴിവുണ്ടായിട്ട് ചെയ്യണമെന്ന് ആഗ്രഹിച്ചിട്ടും അതിന് പറ്റാതെ ആരോഗ്യം കൊണ്ട് ക്ഷയിച്ചു പോയ വാപ്പാർക്ക് ആ മരിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ചെയ്തു കൊടുക്കാന്ന് അറിയുന്നത്. അതാ ഇസ്ലാമിന്റെ നിയമം, അതാ ഇസ്ലാമിന്റെ മര്യാദ. ആയ കാലത്ത് കള്ളുടിച്ചും തോന്നിയാസം ചെയ്തും സർവ്വ വൃത്തിയേടും ചെയ്ത് കുടുംബക്കാരെ പിണക്കുണ്ടാക്കി നടന്ന വാപ്പാക്ക് വേണ്ടി ചെയ്യണം എന്നല്ല. അതുകൊണ്ട് തന്നെയാ ഇസ്ലാം പഠിപ്പിച്ചതും. സഹാബത്ത് ചോദിച്ചപ്പോ റസൂൽ ഇങ്ങനെ കുറച്ചേരം ഉണ്ടാതെന്നു മിമ്പർമേല്. വീണ്ടും സഹാബത്ത് ചോദിച്ചു, നബിയെ പറ, എന്ത് ചെയ്തു കൊടുക്കണം? അള്ളാന്റെ ഹബീബ് തിരിച്ചു പറഞ്ഞു, നിങ്ങൾ വാപ്പാന്റെ പേരിൽ ഒരു പള്ളി ഉണ്ടാക്കി കൊടുക്കണം, ഉമ്മാന്റെ പേരിൽ നിങ്ങൾ ഒരു 10 ഉംറ ചെയ്യണം. അല്ല, ലാ യമീന ഫീ ഖതീഅത്തു റഹ്മീൻ, കുടുംബബന്ധം മുറിച്ചവർക്ക് ഒരു ഫിദിയയില്ല, ഒരു ഫിദിയയില്ല. എന്തെങ്കിലും ഒന്ന് ചെയ്തു കൊടുക്കാൻ അതില്ല. അതുകൊണ്ട് ആ റബീഉൽ അവ്വൽ 12 എണീക്കാൻ പറ്റാത്ത റസൂലുള്ള റബീഉൽ അവ്വൽ 10 തളർന്ന് ഈത്തപ്പന ഓലയിൽ 3 തവണ ബോധം കെട്ട് വീണ് ശരീരത്തിന്റെ ചൂട് കണ്ട് നെഞ്ചു പൊട്ടിയ സഹാബത്ത് 7 തോൽപാത്രം വെള്ളം, പാന വെള്ളം അള്ളാന്റെ ഹബീബിന്റെ ശരീരത്ത് കൊണ്ട് ചോദിച്ചു. എന്നിട്ട് ചൂടൽപ്പം കുറഞ്ഞു എന്ന് തോന്നിയപ്പോ റസൂലുള്ള മകളുടെ ഭർത്താവ് ഫാത്തിമാന്റെ ഭർത്താവ് അലീനെ വിളിച്ചിട്ട് പറഞ്ഞു, അലിയെ, ഇനി ഒന്ന് മദീനത്തെ പള്ളി കൊണ്ടുപോകണട്ടോ എന്ന്. വലത്തെ കൈയെടുത്ത് അലി തോളിലിട്ട് റസൂലിനെ പൊന്തിച്ചാൻ നോക്കി, പറ്റണില്ല താങ്ങാൻ. അലി കൂട്ടുകാരൻ കഅബ് ബിൻ മാലിക്കിനെ വിളിച്ചു. രണ്ടാളും കൂടി 2 കൈയെടുത്ത് റസൂലിനെ തോളിലിട്ട് ഇങ്ങോട്ട് പൊക്കി മദീനത്തെ പള്ളിയിലേക്ക് ഇങ്ങനെ പോകുമ്പോ പ്രവാചകന്റെ തളർച്ച കാരണം റസൂലിന്റെ കാലുകൾ മദീനത്തെ മണലിലൂടെ അങ്ങനെ അയഞ്ഞുപോയി. പിന്നിൽ അത് കണ്ടു നിൽക്കുന്ന ആയിഷ ബീവി ഹൃദയം പൊട്ടിക്കരഞ്ഞിട്ട് ചോദിച്ചു, റസൂലേ, എന്തിനാ നിങ്ങൾ വയ്യാത്തപ്പം ഇങ്ങനെ പോണ്? മദീന മിമ്പറിന്റെ 1ാമത്തെ പടിയിലിരുന്ന് റസൂലുള്ള കണ്ണീരോടെ പറഞ്ഞു, മുഹമ്മദിന്റെ വാക്കുകൊണ്ടോ പെരുമാറ്റം കൊണ്ടോ എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മനസ്സിലൊരു അലോഗ്യമോ വെറുപ്പോ തോന്നിപ്പോയിട്ടുണ്ടെങ്കിൽ, എന്റെ വാക്ക് അതിര് കടന്നു പോയിട്ടുണ്ടെങ്കിൽ, അതെന്നെ തിരിച്ചു തല്ലിയാൽ നിങ്ങൾക്കത് തീരുമെങ്കിൽ ഫഹാദാ ലഹിരി, തല്ലേണ്ടവർക്ക് എന്റെ പെരടി നോക്കി തല്ലാം. ചിത്ത പറഞ്ഞാൽ തീരുമെങ്കിൽ ഫഹാദാ ഇർലി, എന്നെ നിങ്ങൾക്ക് എന്ത് തെറിയും പറയാം, എന്നെ ചീത്ത വിളിക്കാം, എന്റെ വാപ്പാക്ക് പറയാം. ഉമർ റളിയല്ലാഹു അൻഹു അരേന്ന് വാളൂരിയിട്ട് പറഞ്ഞു, റസൂലേ, ആരെങ്കിലും വായുറത്തിയാൽ അവന്റെ കഴുത്താൻ വിട്ടും. റസൂലുള്ള അന്ന് വരെ ഉമറിനോട് ദേഷ്യപ്പെട്ടിട്ടില്ല. ഉടനെ റസൂലുള്ള പറഞ്ഞു, ലാ യാ ഉമർ, വേണ്ട ഉമറെ, വാളൊറയിലിട്. അള്ളാന്റെ മഹിഷറയിൽ മുഹമ്മദ് എന്ന പരിഗണനയോടെ അള്ളാഹുവിനെ വിചാരണക്കെടുക്കുമ്പോ നിന്റെ മറുഭാഗത്തിന്റെ പെരുമാറ്റം കൊണ്ടും എന്റെ ദുഷ്ടത കൊണ്ടും എന്റെ വാശി കൊണ്ടും മനസ്സു വേദനിച്ച ഒരാളെ പടച്ച മറുഭാഗത്ത് നിർത്തിയാൽ ആദ്യം അള്ളാഹു പറയെന്താ ഉമറേന്നറിയോ? മുഹമ്മദേ,
ഈ ആദ്യം എൻ്റെ ആ ദുനിയാവിൽ ഉണ്ടാക്കിയ കേസൊക്കെ ഒന്ന് തീർത്തിട്ട് വാ. നീ ഓന്റെ മനസ്സ് ബേജാറാക്കിയില്ലേ, ഓളെ മനസ്സ് കണ്ണീരാക്കിയില്ലേ, അതൊക്കെ ഒന്ന് തീർത്തിട്ട് വാ. എന്നിട്ട് എൻ്റെ നിസ്കാരവും നോമ്പും എൻ്റെ ഇബാദത്തൊക്കെ ഞാൻ സ്വീകരിക്കൂ. എന്നെ വിചാരണക്ക് പോലും ഞാൻ വിളിക്കുക, ഈ ആ പൊരുത്തം കിട്ടിയാലും മാത്രം. റസൂലുള്ള കൈമലർത്തി ചോദിച്ചു, ഉമറേ എങ്ങനെ അള്ളാന്റെ മഹ്ശറയിൽ ഞാനത് ചോദിക്കും? പ്രിയപ്പെട്ടവരെ, അത്ര ഗൗരവ നിസ്കരിക്കലും നോമ്പൊൽക്കലും പോലെ തന്നെയുള്ള ഗൗരവ ബന്ധങ്ങൾ നന്നാക്കുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ ആൾക്കാർ ഭയങ്കര നിസ്കാരവും നോമ്പ് ഒന്നാമത്തെ സഫിലൊക്കെ ഉണ്ടാവും, പക്ഷെ കുടുംബക്കാരായിട്ട് പണക്കായിരിക്കും. ഇതേപോലെയാണ് ഇബാദത്തിന്റെ കാര്യത്തിലും വിശ്വാസത്തിന്റെ കാര്യത്തിൽ. ഒരു കാര്യം ഹറാമാന്ന് റബ്ബ് പറഞ്ഞു, നമ്മൾ ആ ഹറാം എന്നെ ചെയ്യും, രഹസ്യമായിട്ടും പരസ്യമായിട്ടും. കാരണം ഇന്നത്തെ കാലഘട്ടം ലിബറലുകളുടെ കാലഘട്ടമാണ്. ഈ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു വലിയ മാമാങ്കം നടന്നു. നിങ്ങൾ എത്ര പേര് അറിഞ്ഞിട്ടുണ്ടെന്ന് എനിക്കറിയൂല. ഒരു കേരളത്തിലുള്ള എഴുത്തുകാരന്മാരെ ഒക്കെ സംഘടിപ്പിച്ച് ഒരു ലിബറൽ ഫെസ്റ്റ്. പണ്ടൊക്കെ എഴുത്തുകാർ എന്ന് പറഞ്ഞാൽ സമൂഹത്തിൽ വലിയ സ്വാധീനം ചെലുത്തുകയും മാറ്റങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്ന ആളാണ്, വക്കമൗലവിനെ പോലുള്ള ആളുകൾ. ഇപ്പോഴത്തെ എഴുത്തുകാർ എന്നൊക്കെ പറഞ്ഞാൽ എന്താണെന്നറിയോ? ലിബറലുകൾക്ക് പ്രാധാന്യം കൊടുക്കുക, തോന്നിയാസത്തിന് പ്രാധാന്യം കൊടുക്കുക, അശ്ലീലതയും ആഭാസത്തരത്തിനും പ്രാധാന്യം കൊടുക്കുക. അതുകൊണ്ടാണല്ലോ മക്കളെ ചുണ്ടുമപ്പോലും ഇപ്പൊ എന്താണ് പേന കത്തിക്കൊണ്ടെയ്തും ചോരാ സർവത്ത്. മാതാപിതാക്കളെ മാപ്പ്, ഇനി അങ്ങോട്ട് തന്നിഷ്ട പോക്ക്, ഉന്നം മറന്നൊരു പോക്ക് ഉപദേശമോ മതിയാക്ക്. ഇതാ ഇന്നത്തെ കാലഘട്ടത്തിലെ എഴുത്ത്, ഇതാ ഇന്നത്തെ കാലഘട്ടത്തിലെ കേൾവി. എന്നിട്ട് ആ ഫെസ്റ്റിന് വന്ന ആൾക്കാരുടെ ശരീരഭാഗങ്ങള് ഓരോരുത്തരും നമ്മൾ കണ്ണുപൊത്തിയിട്ട് നടക്കേണ്ട ഗതികേട്. അതിനേക്കാൾ ഏറെ ലിബറൽ മനോഭാവം വളർത്തുന്നതിന് വേണ്ടി മീഡിയകളിലൂടെ അവർ പ്രചരിപ്പിക്കുന്ന തോന്നിവാസങ്ങൾ, വൃത്തികേടുകൾ. അതിന്റെ പരിണിത ഫലം എന്താ? 25 വയസ്സ് കഴിഞ്ഞ പെൺകുട്ടിക്കും കല്യാണം വേണ്ട. എന്തേ? പഠിക്കണം, ജോലി വാങ്ങണം, എനിക്ക് പണിക്ക് പോകണം, എനിക്ക് മാസശമ്പളം കിട്ടണം, ഓൻ വേണേ പൊരയിലും നോട്ടെ, ഓനെ ഞാൻ നോക്കിക്കോളും. എത്ര പെയ്യാപ്പിളാര് പെണ്ണുങ്ങളെ തേടി നടക്കുന്നുണ്ട്. പ്രായത്തിനനുസരിച്ച് കല്യാണത്തിന്റെ മഹത്വം ബോധ്യപ്പെടുത്തി കൊടുക്കാൻ അമ്മമാർക്കും വാപ്പാർക്കും പറ്റുന്നില്ല. ഇനി ഞാൻ ഇങ്ങനത്തെ ചില സമലങ്ങളിലൊക്കെ ചോദിക്കൽ, സമയമായോ? ഞാൻ നിർത്തട്ടോ. സമയം ചോദിക്കാറുണ്ട്. ചിലരൊക്കെ പറയും മദ്രസ ഒഴിവാക്കും. ചിലര് മദ്രസ ഒഴിവാക്കിയിട്ട് പറയും ശനിയും ഞായറും പറഞ്ഞേക്കണം, വീക്കെൻഡ് മദ്രസയെ ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. ശനിയും ഞായറും ആയിരിക്കും ഉമ്മാന്റെ കല്യാണവും മോളെ ചോറൂണും മറ്റോന്റെ ബർത്ത്ഡേയും ഒക്കെ വരിക. അതോടെ അതും പോകും. പിന്നെ ഒരു മൂന്നാമതൊരു രക്ഷപ്പെടാനുള്ള വർത്താനം ഞാൻ പറഞ്ഞു കൊടുത്താൽ പോരെ, എനിക്കുള്ള വിവരം വെച്ച് ഞാൻ അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കലാണ്. വാപ്പാരന്മാരെ, നമുക്ക് എത്രത്തോളം വിവരമുണ്ട്? വിവാഹത്തിന്റെ സുന്നത്ത് എന്താ, ഷർത്ത് എന്താന്ന് അറിയുന്ന എത്ര വാപ്പാരന്മാരും ഈ കൂട്ടത്തിലുണ്ട്? ഒരു വിവാഹത്തിന്റെ ഷർത്ത് എന്താ, സുന്നത്ത് എന്താ? വിവാഹ ആലോചനകൾ ആര് തമ്മിലാ വേണ്ടി? വിവാഹത്തിന്റെ അന്ന് എന്തൊക്കെയാ വേണ്ടത്? ഒരാളങ്ങൾ കല്യാണം ക്ഷണിക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കേണ്ടത് എന്താ? അള്ളാന്റെ ബർക്കത്ത് കിട്ടാൻ അള്ളാന്റെ സദസ്സിൽ അള്ളാഹുവിന്റെ റസൂലുള്ള പറഞ്ഞൊരു വാക്കുണ്ട്, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട സദസ്സിൽ പടച്ചോൻ ഹാജരാവും, അള്ളാഹുവിന് വെറുക്കപ്പെട്ട സദസ്സിൽ അള്ളാഹു തആല മാറി നിൽക്കും മലക്കുകളോടൊപ്പം. വസ്തഖ്വദത് ജുനൂദ് ശൈത്വാൻ, അങ്ങനെ തന്നെയാ ഹദീസിൽ. വസ്തഖ്വദത് ജുനൂദ് ശൈത്വാൻ. ജുനൂദ് എന്ന് പറഞ്ഞാൽ സൈന്യം. ആരുടെ സൈന്യം? ശൈത്വാൻ, പിശാചിന്റെ സൈന്യം. സ്തഖ്വദ, അവര് മാത്രം അവിടെ ഉണ്ടാവും. അള്ളാഹുവിന് ഇഷ്ടപ്പെടാത്ത സദസ്സ് ഏതാ സദസ്സ്? ഇന്ന് കാണുന്ന അമ്പരപ്പിക്കുന്ന കല്യാണ മാമാങ്കങ്ങൾ. ആരാന്റെ കല്യാണ വീട്ടിൽ എന്ത് കണ്ടോ അത് നമ്മളെ കല്യാണപ്പുരയിലും വേണം. എന്തൊക്കെയാ മോഡലുകൾ ഇപ്പം വരുന്നതെന്നാ ഓരോന്ന് കേൾക്കുമ്പോൾ നമ്മൾ തന്നെ അമ്പരന്ന് നോക്കുക. ഒരു കാലത്ത് പെൺമക്കളുള്ള വാപ്പാർക്ക് സ്ത്രീധനായിരുന്നു ബേജാറ്. എങ്ങനെയാപ്പൊ ഒരു സ്ത്രീധനം കൊടുത്തു പറഞ്ഞേക്കാന്നുള്ള ബേജാറൊക്കെ മാറി. ഇപ്പൊ 6 ദിവസം ഒരുക്കാൻ ബ്യൂട്ടീഷ്യന്മാർ ഓരോ ദിവസത്തേക്കും 10,000, 15,000, 20,000. ഇപ്പൊ ഉള്ളിലുമാർ പറയുന്നുണ്ടാവും അതൊക്കെ പണ്ട് മൊയിലാരെ, ഇപ്പൊ 50,000. കറുത്തതിന് വെളുപ്പിച്ചതിന് ചോപ്പിച്ചേരും. അതിനേക്കാൾ ഏറെ ഫോട്ടോഗ്രാഫർ പറഞ്ഞുതരും വാപ്പ എങ്ങനെ കൊണ്ടുവരണം പെൺകുട്ടീനാന്ന്. സങ്കടം തോന്നാറുണ്ട്. കാരണം വാപ്പ കൊണ്ടുവരണം തുള്ളിക്കളിച്ചോണ്ട്. 2 സൈഡിൽ നിന്നും ഫോഗ്, പുക, 4 ഭാഗത്തുനിന്നും പൂത്തിരി. നിശ്ചയിക്കപ്പെടാൻ പോകുന്നതിന്റെ മുൻപേ കഴുത്തിലണിയാൻ മാല, കൈമലണിയാൻ ബ്രേസ്ലെറ്റ്, പിന്നോളം ഉമ്മാക്കണിയാൻ വേറെ ചുരിദാറ്, വാപ്പാക്ക് കൊടുക്കാൻ കുപ്പാശീല, പിന്നെ പെൺകുട്ടിക്ക് വിളിക്കാൻ ഐഫോണ്. അവിടെ തീരുവോ? കുടുംബത്ത് പറന്ന സ്വന്തം അഭിമാനത്തിന് പോലും വില കൽപ്പിക്കാത്ത ചില അമ്മാര് തക്കിപ്പിടിച്ച 10,000-ന്റെ 25,000-ന്റെയും കൊട്ടയും പിടിച്ചു പോകും. എന്തിന്? റീലിൽ പെടാൻ. ഇതല്ലേ കുടുംബം? ഇതല്ലേ നമ്മളെ മക്കള് കാണുന്നത്? ഇതല്ലേ വളരുന്ന തലമുറ ആസ്വദിക്കുന്നത്? ഇതൊന്നും ചെയ്തൂടാന്ന് പറയുമ്പോഴേക്കും ആൾക്കാർ നമ്മളെ ഒരു മദ്രസ പൊട്ടനാക്കും. 2000-ന്റെ മുൻപിൽ ജനിക്കാൻ കഴിവുള്ളവനാണ്, അന്ന് ജനിച്ച് മരിച്ചോണ്ടേനാനും പറഞ്ഞാലും